ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഒരൊറ്റ കാര്യത്തിന്റെ 13-ാം അധ്യായം ചർച്ച ചെയ്യുന്നത് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് EDCയുമായി വരുന്ന ഒരു വോട്ടർ വോട്ട് ചെയ്യുന്ന അവസരത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതു സംബന്ധിച്ചാണ്. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുവാൻ നൽകുന്ന ഒന്നാണ് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് അഥവാ EDC. വോട്ടുള്ള അതേ മണ്ഡലത്തിലാണ് ജോലിയെങ്കിലാണ് EDC കൊണ്ട് വോട്ട് ചെയ്യുവാൻ ഒരു വോട്ടർക്ക് ആവുന്നത്. അതിനായി ആ വോട്ടർ നേരത്തെ തന്നെ ഫോറം 12A റിട്ടേണിംഗ് ഓഫീസർക്ക് അപേക്ഷ നൽകുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർക്ക് 12B ഫോറത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ഈ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുമായാണ് വോട്ടർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തേണ്ടത്. EDCയുമായി വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഒരു വോട്ടർ എത്തുകയാണെങ്കിൽ 1-ാം പോളിംഗ് ഓഫീസർ EDC വാങ്ങി പരിശോധിക്കണം. തുടർന്ന് മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടർ റോളിൽ അവസാന ഭാഗത്ത് അവസാന ക്രമ നമ്പറിന് ശേഷം അടുത്ത നമ്പർ രേഖപ്പെടുത്തി വോട്ടറുടെ വിവരങ്ങൾ ചേർക്കേണ്ടതാണ്. സീരിയൽ നമ്പർ എഴുതുമ്പോൾ വോട്ടറുടെ സീരിയൽ നമ്പർ എഴുതുമ്പോൾ പാർട്ട് നമ്പറും സീരിയൽ നമ്പറുമാണ് രേഖപ്പെടുത്തേണ്ടത്. തുടർന്ന് 2-ാം പോളിംഗ് ഓഫീസർ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ഫോം 17A രേഖപ്പെടുത്തലുകൾ വരുത്തേണ്ടതാണ്. എങ്ങനെയാണ് ഈ രജിസ്റ്ററിൽ EDC വോട്ടറുടെ വോട്ട് രേഖപ്പെടുത്തുന്നതെന്ന് മോണിറ്ററിൽ കാണുക. സീരിയൽ നമ്പർ എഴുതുമ്പോൾ ഇലക്ടറൽ റോളിലെ സീരിയൽ നമ്പർ പാർട്ട് നമ്പർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്പർ എന്ന ക്രമത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. റിമാർക്സ് കോളത്തിൽ EDC എന്ന് എഴുതി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതുമാണ്. 17A രജിസ്റ്ററിലെ രേഖപ്പെടുത്തലുകൾക്ക് ശേഷം സാധാരണ ഒരു വോട്ടറുടെ വോട്ടിംഗ് രീതി തന്നെയാണ് ഇവിടെയും അവലംബിക്കേണ്ടത്. ഇടത് ചൂണ്ടുവിരലിൽ മഷി പുരട്ടി വോട്ടർ സ്ലിപ്പ് തയ്യാറാക്കി 3-ാം പോളിംഗ് ഓഫീസറെ 2-ാം പോളിംഗ് ഓഫീസർ ഏൽപ്പിക്കേണ്ടതാണ്. 3-ാം പോളിംഗ് ഓഫീസർ വോട്ടർ സ്ലിപ്പ് സ്വീകരിച്ച് ബാലറ്റ് ബട്ടൺ ട്രിഗർ ചെയ്ത് വോട്ടറോട് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പോയി EVMൽ വോട്ട് ചെയ്യുവാൻ നിർദ്ദേശിക്കണം. വോട്ടർ അകത്ത് ചെന്ന് ബാലറ്റ് ബട്ടണിൽ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതു സംബന്ധിച്ച് ചെയ്യേണ്ടത്. പോളിംഗ് അവസാനിച്ചാൽ അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡ് ഫോം 17C രേഖപ്പെടുത്തലുകൾ നടത്തുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ടോട്ടൽ വോട്ട്സ് റെക്കോർഡഡ് എന്ന ഭാഗത്ത് സാധാരണഗതിയിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ പ്ലസ് EDC വോട്ടുകൾ ഈക്വൽ ടു ആകെ തുക. ഉദാഹരണത്തിന് 1082 സാധാരണ വോട്ടുകളും 5 EDC വോട്ടുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് 1082 പ്ലസ് 5 ഈ ബ്രാക്കറ്റിൽ EDC ഈക്വൽ ടു 1087 എന്ന് രേഖപ്പെടുത്തണം. ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് അഥവാ EDCയുമായി എത്തുന്ന വോട്ടർ വോട്ട് രേഖപ്പെടുത്തുന്ന വേളയിൽ പ്രിസൈഡിംഗ് ഓഫീസർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നാം കണ്ടു. ഈ വീഡിയോ ക്രോഡീകരണവും ഡിസൈനും നിർവഹിച്ചത് മധു P, സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ LA KBIC പാലക്കാട്. മൊബൈൽ 94 470 42 602 9470 42602 94470 42602. ഒരു കാര്യം ഒരൊറ്റ കാര്യം എന്ന
തിരഞ്ഞെടുപ്പ് പരിശീലന പരിപാടിയുടെ 13ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും പാലക്കാട് ജില്ലാ തിരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു.